എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതാ ഞങ്ങൾ മൂന്നാളും കൂടെ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയാണ്. ചേട്ടൻ്റെ കൊച്ചൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് മണ്ഡപം. അങ്ങനെ ഞങ്ങൾ ഇതാ മണ്ഡപത്തിലെത്തി. സത്യം പറഞ്ഞാലേ ഒരു കല്യാണം കൂടിയിട്ട് കുറേ നാളായി. നമ്മളൊരു കല്യാണത്തിന് പോകണമെങ്കിലും റിസപ്ഷനായിരിക്കും പോണത്. കല്യാണത്തിന് അങ്ങനെ പോയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ കേശുവിനായിരുന്നാലും ഭയങ്കര ഇഷ്ടമാണ്. മോനും റിസപ്ഷന് പോയുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കല്യാണത്തിന് മോൻ്റെ ഓർമ്മയിൽ കല്യാണം കൂടിയത് അങ്ങനെയില്ല. അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോഴേ കേശു ചോദിക്കുമായിരുന്നു അവിടെ ചിക്കനൊക്കെ ഉണ്ടാവുന്നത്. കാരണം റിസപ്ഷന് ചിക്കനൊക്കെ അല്ലേ കിട്ടണത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് പയ്യൻ്റെ ആൾക്കാർ വരണ സമയമായിരുന്നു. പയ്യൻ്റെ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ പറയണത് മാപ്പിളക്കൂട്ട് വന്നതാണ്. അങ്ങനെ മാപ്പിളക്കൂട്ട് വരുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ കല്യാണ ചടങ്ങുകളൊക്കെ ഏകദേശം ഇതുപോലെയാണ്. പിന്നെ ഓരോ സമുദായക്കാരുടേത് വെച്ചിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ വരനും കൂട്ടരും എത്തിയപ്പോഴേക്കും അവർ പെണ്ണിൻ്റെ ആൾക്കാർ വന്ന് സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ജ്യൂസും ചായയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തോട്ടൊന്നും നോക്കിയില്ല. ചായയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നോക്കിയില്ല. ഓരോ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചും കൊണ്ടാണ് നേരെ അകത്തോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിൽ കയറി ഇരുന്ന സമയത്ത് അവിടെ ഗാനമേള നടക്കുകയായിരുന്നു. അപ്പോൾ കേശു ഞാൻ പറഞ്ഞു ഇതുപോലെ ഒന്നും മോൻ അങ്ങനെ കണ്ടിട്ടില്ല, അധികം കല്യാണം കൂടിയിട്ടില്ല. അപ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ കേശു ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനമ്മ ഗാനമേളയൊക്കെ വെച്ചത്. അപ്പോൾ അതാണ് ഗാനമേള. ഈ ഗാനമേള എന്ന് പറഞ്ഞൊരു സംഭവം പോലും കേശുവിനെ അങ്ങനെ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഗാനമേളയെന്ന് പറഞ്ഞപ്പോൾ മോയിന് അതിശയത്തോട് ചോദിക്കുന്നു എന്തിനാണ് ഈ ഗാനമേള, ആ പാട്ട് പാടുന്നതാണോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ഗാനമേള കേൾക്കാനായിട്ട്. നമ്മളങ്ങ് കേട്ടിരുന്നോ. ഞാൻ കയറിയ സമയത്ത് ആദ്യം ആ പാട്ട് കേട്ട സമയത്ത് ഒരു ഗാനമേളയാണെന്ന് ഞാൻ ആദ്യം കണ്ടില്ല. അവിടെ പാട്ട് ഇട്ടേക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കിതാ പയ്യൻ വരം വരണ സമയമായി. വരനെയും കൂട്ടരെയും മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. പിന്നെ മരണവും കാര്യമൊക്കെ ആയതുകൊണ്ട് അമ്മ കല്യാണത്തിന് വന്നില്ല, ഞങ്ങളാണ് പോയത്. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണവും കൂടെയാണ്. നമ്മുടെ അത്രയും അടുത്ത റിലേറ്റീവ്സിൻ്റെ കല്യാണമല്ലേ, അപ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ കേശുവിന് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. മോനിങ്ങനെ മിണ്ടാതെ ഒരു കുരുത്തക്കേടും കാണിക്കാതെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണുണ്ട് അമ്മ എനിക്കും കൂടെ ഒരു കല്യാണം കഴിക്കട്ടെ, ഞാനും കൂടെ ഒരു കല്യാണം കഴിക്കട്ടെ എന്ന്. ഇതൊക്കെ കണ്ടപ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടം, അവനും കൂടെ കല്യാണം കഴിക്കണമെന്ന്. ഈ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കുഞ്ഞിലെ ഒരു കല്യാണം കണ്ടിട്ടേ ഉള്ളൂ. പിന്നീട് മോനിങ്ങനെ കല്യാണങ്ങൾ കണ്ടിട്ടില്ല. റിസപ്ഷനല്ലേ ഞങ്ങൾ പോണത്. കല്യാണം കൂടാനൊന്നും സമയം കിട്ടാറില്ലല്ലോ. നമ്മളായിരുന്നാലും എല്ലാ റിസപ്ഷനൊക്കെ പോയി ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം കേശുവിന്. അങ്ങനെ പയ്യനും കൂട്ടരും ദാ മണ്ഡപത്തിലെത്തി. അപ്പോൾ മണ്ഡപത്തിലെത്തുമ്പോൾ അറിയാമല്ലോ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ നിന്ന് എല്ലാവരെയും നോക്കി ഒന്ന് തൊഴുതിട്ടിനൊക്കെ ശേഷമാണ് പിന്നെ അവരവിടെ ഇരിക്കുന്നത്. പിന്നെ ഇനി കന്യാദാനം അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വരനും കൂട്ടരും മണ്ഡപത്തിൽ കയറിയതിന് ശേഷമാണ് ദാ വധുവും കൂട്ടരും എത്തിയത്.
അങ്ങനെ നല്ല രസമുള്ള ഒരു കല്യാണമായിരുന്നു, കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു ഈ ഓരോ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഒരു തെയ്യം പോലെ ആ ഒരു എന്താ പറയുക, ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് ആ കാവടി പോലെയൊക്കെ ഒരാൾ പറഞ്ഞിട്ടപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഇഷ്ടവുമായിരുന്നു, ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അറ്റുമാണ് ഇരുന്നത്, അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൂടെയാണല്ലോ ഇതൊക്കെ പോണത്. അപ്പോൾ അത് അടുത്ത് വരാറായപ്പോഴേക്ക് കേശുവിനൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പേടിക്കേണ്ട, അത് കല്യാണ പെണ്ണിനെ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പോണതാണ്, നീ എന്തുകൊണ്ട് പേടിക്കുന്നത് വേണ്ട. അപ്പോഴും വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ കാണുമെന്ന്. അവരുടെ കല്യാണം, ഇനി കേശുവിൻ്റെയൊക്കെ കല്യാണം വരുമ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. ഇപ്പോഴെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ കല്യാണം, അവരുടെ ലൈഫൊക്കെ അവർ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ചിലപ്പം കാണുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഏട്ടാ ഇതൊക്കെ എല്ലാം കാണാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കേശു പറയണം, അമ്മ പാവം അമ്മ, ആൾക്ക് നടക്കാൻ പോലും പറ്റണില്ല എന്ന് എനിക്കത് തോന്നി. ഇത്രയും വെയിറ്റൊക്കെ കൊണ്ടിട്ട് ആൾക്ക് നടക്കാൻ പറ്റാത്ത പോലെ ആയിരുന്നു പോയത്. എന്താ പറയുക, എല്ലാം കൊണ്ട് കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളെന്ന് പറയുമല്ലോ, അതുപോലത്തെ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞാൽ കന്യാദാന ചടങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരൻ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട്. മുഹൂർത്ത സമയവും അടുക്കാറായി. അപ്പോൾ ഇനി പയ്യൻ കയറി അടുത്ത പെണ്ണും കൂടെ കയറി കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തമായി. അങ്ങനെ കുറേ നാളിന് ശേഷം ഈ പറയും പോലെ ഒരു കല്യാണം കാണുകയാണ്. അങ്ങനെ വധു എത്തിയിട്ടുണ്ട്, വരനും വധുവൊക്കെ എത്തി. ഇനിയിപ്പോൾ അടുത്ത് മുഹൂർത്തമായി, ഇനി താലികെട്ടൽ ചടങ്ങാണ്. അങ്ങനെ താലികെട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു താലികെട്ടും നേരാവണ്ണം കാണാനായിട്ട് ഈ ക്യാമറാമാൻമാർ സമ്മതിക്കൂലല്ലോ, എല്ലാവരും ഫ്രണ്ടിൽ തന്നെ കാണും. അപ്പോൾ സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രീനിലാണ് നന്നായിട്ട് താലികെട്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ താലികെട്ട് കഴിഞ്ഞാലുടനെ പെണ്ണിൻ്റെ അമ്മ വിളക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്ക് കൊടുക്കുകയാണ്. ഞാൻ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ പറയണത്, ഞങ്ങളുടെ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോണത്. അപ്പോൾ അങ്ങനെ അമ്മ കൊണ്ട് വിളക്ക് കൊടുത്ത് ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്യണത്. കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയുടെ വകയായിട്ടൊരു വിളക്കുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ ഊണ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സാണ്, ആ ഒരു ആൻറ്റിയോ എങ്കിലും. അതും റിലേറ്റീവ്സ് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഭയങ്കര ഞങ്ങളുടെ എന്താ പറയണ്ട, ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം. അപ്പോൾ ഞാൻ ഇതുവരെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ റിലേറ്റീവാണ്, ചേട്ടൻ്റെയൊക്കെ റിലേറ്റീവാണ്. ഞാനങ്ങനെ കണ്ടിട്ടില്ല, എന്നെ അവർ വീഡിയോസിലൊക്കെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് അമ്മയെ കണ്ടപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത്, അയ്യോ ഞങ്ങളുടെ ആളാണല്ലോ എന്ന്. അങ്ങനെ അത് കണ്ട് അമ്മയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് ഫോണിൽ കൂടെയൊക്കെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇന്നാണ് ഞങ്ങളെ നേരിട്ട് കണ്ടത്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അങ്കിളിനായിരുന്നാലും ആൻറ്റിക്കായിരുന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. നമ്മളുടെ അടുത്തൊക്കെ ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ആളിനെ നേരിട്ട് കാണുന്നത്. അപ്പോൾ കണ്ട ഉടനെ അവിടെ ഊട്ടുവരയിൽ നിന്നപ്പോഴാണ് കാണുന്നത്. കണ്ട ഉടനെ ആൻറ്റി ഓടി വന്നിട്ട് നിജിയല്ലേ എന്നൊക്കെ ചോദിച്ച്, ഞാനാണ് എപ്പോഴും അങ്ങനെ ആൻറ്റിയുടെ പേര് അജിത എന്നാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ എപ്പോഴും കമൻറ്റൊക്കെ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ കമൻ്റ് ഇട്ടാണ് ചോദിച്ചത്, അമ്മയുടെ പേര് രാഗിണി എന്നാണ്, രാഗിണി ചേച്ചിയല്ലേ, രാഗിണി ചേച്ചിയുടെ വീഡിയോ. അപ്പോൾ അമ്മയെ കണ്ടപ്പോഴാണ് ഇത് ഞങ്ങളുടെ ആൾക്കാരാണല്ലോ, ഞങ്ങളുടെ ആളുടെ വീഡിയോ ആണല്ലോ എന്നൊക്കെ അവർ തന്നെ അറിഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ചാനലുള്ളതുമൊക്കെ അവരറിയണത്. അങ്ങനെ ഞങ്ങൾ എന്ത് പറയാനായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഊട് കഴിക്കാനായിട്ട് കയറി. ഊട്ടുവരയിൽ കയറിയ കാര്യമൊന്നും പറയണ്ട, അത് ഇവിടുത്തെ പാത്രമാണെന്നൊന്നും എനിക്കറിയില്ല. താലികെട്ട് കഴിയണതും കഴിഞ്ഞുടനെ എല്ലാവരും കൂടെ ഒരു ഓട്ടമാണ് ഊട്ടുവരയിലേക്ക്. അതിൽ പിന്നെ ഒരു മാറ്റവും ഇല്ലല്ലോ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ ആദ്യം മടിയായിരുന്നു, നമുക്ക് അടുത്തതിന് പോകാം. ഞാൻ പറഞ്ഞു പറ്റൂല, ഇങ്ങോട്ടോ മനുഷ്യൻ, നമുക്ക് ആദ്യമേ കയറി ഇട്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ 3 ആളും കൂടെ വന്ന്
അവിടെ ഇറങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ചേട്ടൻ കുറച്ച് ബാക്ക് വലിഞ്ഞതിലാണ്, ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ ഓടി അങ്ങ് എത്തുമായിരുന്നു. കുറച്ച് ബാക്ക് വലിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബാക്കിലോട്ടായി പോയി. അവിടെ എത്തിയപ്പോഴേക്ക് അകത്തോട്ട് കയറി നടന്നപ്പോഴും സീറ്റ് തീർന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചെന്നങ്ങ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കായിരുന്നു. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ അവിടെ തന്നെ ഊട്ടുവരയിൽ തന്നെ നിന്ന്, കാരണം അടുത്ത് ഇനി ഇടിയുള്ളാൻ വയ്യ. അങ്ങനെ സൈഡിൽ കുറച്ച് കസേരകളൊക്കെ അവരിട്ട് തന്നായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ കഴിക്കണത് ഞങ്ങൾ അവിടെ കസേരയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് അവർ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളിത്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുമല്ലോ. എവിടെ ചെന്നാലും ഇത് തന്നെ, കല്യാണത്തിനായിരുന്നാലും അങ്ങനെ തന്നെ, ഒരു അന്നദാനത്തിനായിരുന്നാലും അങ്ങനെ തന്നെ. എന്തോ ഇതുപോലെ ഓടി ഇങ്ങനെ ഇടിച്ച് കയറി ചെന്ന് ഊണ് കഴിക്കുമ്പോൾ അതൊരു സുഖമാണ്, അതൊരു പ്രത്യേക രസവുമാണ്. അങ്ങനെ ഊണ് കഴിക്കാനായിട്ടിരുന്ന ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് തന്നെ അറിഞ്ഞുകൂടാ, അത്രയ്ക്കുണ്ടായിരുന്നു വിഭവങ്ങൾ. പപ്പടമാണെങ്കിൽ നമ്മൾ അങ്ങനെ പപ്പടം എന്നൊക്കെ പറയൂല, അത്രയും വലിയൊരു പപ്പടമായിരുന്നു. കേശുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോഴേക്കും. കറികൾ കൊണ്ട് തന്നെ നമ്മളെ വേറെ നിറയും. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തെ സദ്യയുടെ രീതികൾ. ആദ്യം ഇതുപോലെ എല്ലാം വിളമ്പിയതിന് ശേഷം ചോറിൽ പരിപ്പൊഴിച്ച് പരിപ്പിൽ ആദ്യം നെയ്യൊഴിക്കും. നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണെന്ന് തോന്നുന്നു ചോറിട്ട ഉടനെ ആദ്യം പരിപ്പൊഴിക്കണത്. അങ്ങോട്ടൊന്നും പരിപ്പല്ല, സാമ്പാറല്ലേ. അപ്പോൾ രണ്ടാമത് വീണ്ടും ചോറ് കൊണ്ടുവരും. അപ്പോൾ അതിലാണ് സാമ്പാർ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് വരണത് പായസമാണ്. ആദ്യം അടപ്പായസം വരും. അപ്പോൾ നമ്മൾ അടപ്പായസം എങ്ങനെയാണെന്ന് വെച്ചാൽ പഴവും കൂട്ടിയാണ് അടപ്പായസം കഴിക്കുന്നത്. അത് കഴിയുമ്പോഴേക്ക് കടലപ്പായസം വരും. അപ്പോൾ കടലപ്പായസം അങ്ങനെ ഇന്നതൊന്നുമില്ല, വേണമെങ്കിൽ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ അങ്ങനെ കടലപ്പായസമായി. എനിക്ക് ഈ കല്യാണ സദ്യക്കൊക്കെ കൊണ്ടുവരുന്ന കടലപ്പായസം എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം അവിടെ അവർ നല്ല അരവണ പായസമൊക്കെ ഇല്ലേ, ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. പായസം കൊള്ളൂലെന്നല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോഴേക്കും ഇത്രയും കട്ടിക്ക് ഇത്രയും ശർക്കരയൊക്കെ ഇടൂലെന്ന് തോന്നുന്നത്. അങ്ങനെ രണ്ടാമത് കടലപ്പായസം കൊണ്ടുവന്ന് ആ കടലപ്പായസവും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മൂന്നാമതാണ് നമ്മുടെ പാൽപ്പായസം, അതായത് സേമിയ പായസം വരണത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സദ്യവട്ടങ്ങൾ കറികളെല്ലാം വെച്ചതിൽ കൂടെ ചെറിയൊരു വടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, പരിപ്പ് വടയും കൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടം മുളക് ഉണ്ടായിരുന്നു. മീൻകറി പോലെ, മീനില്ലാണ്ട് കറി ഉണ്ടല്ലോ, അങ്ങനെ മീൻകറി പോലെ. പിന്നെ അവിയൽ, സാമ്പാർ, പച്ചടി, കിച്ചടി, തോരൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് അപ്പോൾ മൂന്നാമതാണ് ഈ ബോളി കൊണ്ടുവരണത്. ബോളി കൊണ്ടുവരുമ്പോഴേ അറിയാമല്ലോ, അതിൽ പാൽപ്പായസം സേമിയ പായസമാണ് ഒഴിക്കണത്. അങ്ങനെ ഞാനെന്ന് വെച്ചാൽ ഞാൻ എവിടെ സദ്യ കഴിക്കാൻ പോയാലും ഫുള്ള് സാധനങ്ങൾ വാങ്ങിക്കും. ലാസ്റ്റ് ആ ഒരു സദ്യയുടെ രീതി അങ്ങനെയാണ്. ഇത് ഇത്രയും കഴിച്ചാൽ മാത്രമേ നമുക്ക് സദ്യ ദഹിക്കാനും കൂടെ പറ്റുള്ളൂ. അങ്ങനെ പാൽപ്പായസം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂന്നാമത് ചോറിടും. അപ്പോഴാണ് മൂന്നാമത്തെ ചോറിലാണ് നമുക്ക് പുളിശ്ശേരി ഒഴിക്കണത്. അപ്പോൾ മൂന്നാമതും കൂടെ ചോറ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി വേറെ കാണൂല. അങ്ങനെ നമുക്ക് ചോറ് വേണ്ടെങ്കിൽ അവർ കയ്യിലൊഴിച്ച് തരും പുളിശ്ശേരി. അങ്ങനെ പുളിശ്ശേരി കൊണ്ടുവന്ന് അടുത്ത് സാധാരണ രസവും മോരും കയ്യിലാണ് തരണത്. ഇവരിവിടെ 2 കപ്പ് വെച്ചിട്ട് അതിൽ രസവും മോരും ഒഴിച്ച് ആ രസവും മോരും കൂടെ വാങ്ങിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് എണീക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതൊന്ന് വാങ്ങാണ്ട് ഇറങ്ങും. സത്യത്തിൽ നമ്മൾ ഇതും കൂടെ കഴിച്ചാൽ മാത്രമേ ദഹിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ തരുമല്ലോ. എവിടെ കല്യാണത്തിന് പോയാലും ആ നാരങ്ങയുടെയൊക്കെ ഒരു മണം അടിക്കുമ്പോഴാണ് അയ്യോ കല്യാണം പോലെ എനിക്ക് നാരങ്ങയുടെയൊക്കെ മണം അടിക്കുമ്പോൾ കല്യാണം പോലെയൊക്കെ തോന്നാറുണ്ട്. കാരണം കല്യാണ വീട്ടിലാണല്ലോ അത് കിട്ടാറ്. അങ്ങനെ നാരങ്ങയൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് കേശു പറയുന്നുണ്ട്, അമ്മ എൻ്റെ 2-3 ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ ആളവിടെ പോസ്റ്റ് ചെയ്തതാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കേശുവിൻ്റെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ തിരിച്ചിനി വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് കുറേ സമയമൊക്കെ വിശ്രമിച്ചിട്ട് ക്ഷീണം എല്ലാവർക്കും കാണുമെന്നല്ലേ. അങ്ങനെ ക്ഷീണത്തിലേക്ക് കുറച്ച് സമയം കിടന്നിട്ട് പിന്നെ ഇനി അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വാരാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അടിച്ച് വാരി തളിച്ച് വിളക്ക് കത്തിക്കാനുണ്ടല്ലോ. അങ്ങനെ ചെറിയൊരു മഴക്കോളമുണ്ട്. ചെറുതൊന്നും പറയാൻ പറ്റൂല, വലിയ മഴക്കോളമുണ്ട്. മഴ പെയ്തായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതിന് മുമ്പ് ഇനി അടുത്ത മഴ വരും മുമ്പ് ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കട്ടെ. മുമ്പൊരു പാവയ്ക്ക് നിറയെ കാച്ചതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ കിടന്ന് പൊടിച്ചതാണെന്നാണ്. ഒരു പാവയ്ക്ക് തനിയെ മുളച്ച് വരുന്നത്, അവിടെ എന്തോ വിത്ത് കിടന്നിട്ടായിരിക്കും. അങ്ങനെ അതിന് ഞാനൊരു ഒരു കയറിൽ കെട്ടി. പിന്നെ അവിടെ കോവൽ ഞാൻ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് പടർന്ന് അതിനെ ഒരു പന്തലൊക്കെ ആക്കി കൊടുത്ത്. ഇതാണ് കേശവർദ്ധിനി. അന്ന് കുറേ പേര് തയ്യൊക്കെ ചോദിച്ചായിരുന്നു. എൻ്റെ കയ്യിലില്ലതാ, ഞാൻ കൊണ്ട് നട്ടതിൽ ഈ ഒരെണ്ണം മാത്രം മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കേശം വർദ്ധിച്ചാന്ന് ചോദിച്ചാൽ കേശവർദ്ധിനിട്ട് എണ്ണയൊക്കെ കാച്ചത് തേച്ചാൽ നേരാമണ്ണം തേച്ചാലല്ലേ മുടി വളരുള്ളൂ. വല്ലപ്പോഴും ഒക്കെയാണ് എണ്ണ തേക്കണത്. എന്തായാലും കേശവർദ്ധിനി അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ
കഴിഞ്ഞ കർക്കിടക മാസം ആവാറായ സമയത്ത് കോലത്തേരെ പോയപ്പോഴേക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഈ മുക്കുറ്റി. ഞങ്ങളുടെ ഇവിടെ ഈ അരിയിൽ നിന്ന് ഇപ്പോൾ മുക്കുറ്റിയൊക്കെ എന്തെന്ന് പറയുന്നത് നാമാവശേഷം ആയെന്ന് വേണമെങ്കിൽ പറയാം. മുക്കുറ്റിയൊന്നും കാണാൻ പോലും ഇല്ല. അങ്ങനെ കർക്കിടക ആകുമ്പോഴേക്കും മുക്കുറ്റി ചേർത്ത് തൊട്ടുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ 2-3 തൈ കൊണ്ട് വെച്ച് പിടിപ്പിച്ചതായിരുന്നു ആ സമയത്തേക്ക്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വിത്തൊക്കെ വീണിട്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ ഞാൻ നട്ടിരിക്കുന്നതിൻ്റെ അവിടെ ഫുള്ള് മുക്കുറ്റി പൊടിച്ച് വരണുണ്ട്. നിറയെ മുക്കുറ്റി ഇങ്ങനെ തൈ പൊട്ടി പൊട്ടി വരണിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതല്ലേ. അങ്ങനെ കുറച്ച് സമയം മുക്കുറ്റിയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് പിന്നെ അമ്മ വിളക്കെല്ലാം കത്തിച്ച് വൈകുന്നേരം അല്ല രാത്രിയായി. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ അലക്കിയ തുണികളെല്ലാം അവിടെ മതിലിൻ്റെ മണ്ടയിലാണ് വിരിച്ചിട്ടിരുന്നത്. മുകളിൽ കൊണ്ടിട്ടിരുന്നാലും മഴ പെയ്ത ഓടി മുകളിൽ കയറണ്ടേ. അപ്പോൾ അത് പേടിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് ഇട്ടൊന്ന് വെള്ളം തോർന്നതിന് ശേഷം അകത്തെടുത്തുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ തുണികളെല്ലാം പറക്കി എടുക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മതിലിലല്ല ഇടണത്, എന്നാലും നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് ഇങ്ങനെ മതിലിലിടും. താഴെ നമുക്ക് ആശയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി കൊണ്ട് അകത്തങ്ങ് ഇട്ടാൽ അവിടെ കിടന്നങ്ങ് ഉണങ്ങിക്കോളുമല്ലോ. അമ്മ അവിടെ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇനി ചോറിന് വേറെ കറികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയതുകൊണ്ട് അമ്മയും ഉച്ചയ്ക്ക് ചമ്മന്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി രാത്രി ആകുമ്പോഴേക്ക് ഇനി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് കറിയില്ല. അങ്ങനെ അതിനാണ് അമ്മ അവിടെ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ തിരുവണത്. ഞാനിതാ ഈ ഒരു സ്റ്റാൻഡ് 3800 എന്തോ ആയതാണ്. ഞാനത് ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. ഇതുപോലെ തുണി ഇങ്ങനെ ഉണക്കാനായിട്ട് നമ്മൾ വെളിയിൽ ഈ സ്റ്റാൻഡിലൊന്നും അല്ല വെക്കണത്. ഇതുപോലെ ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് എന്തെങ്കിലും തുണി ഇങ്ങനെ കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. വാടി കിട്ടിയിട്ട് അതിനെ ഇങ്ങനെ അങ്ങ് എടുത്തിട്ടിരുന്നാൽ രാവിലെ ആകുമ്പോഴേക്കും ഈ കാറ്റൊക്കെ അടിച്ച് ഫാനിൻ്റെ കാറ്റൊക്കെ അടിച്ച് അതങ്ങ് ഉണങ്ങി കിട്ടും. ആ ഒരു ചുരിദാർ ഞാൻ നോക്കി എന്തെന്നറിയാമോ, ഒരു ദിവസം കേശുവിനെയും കൊണ്ട് എവിടെയോ പോയ സമയത്ത് ചില സമയത്തൊക്കെ കേശു കാറിലിരിക്കുമ്പോൾ ഛർദ്ദിക്കും. അതുപോലെ എൻ്റെ ആ ചുരിദാറിൽ കേശു ഛർദ്ദിച്ച് വന്നിട്ട് കഴുകിയിട്ടും ഇന്ന് വരെ കുറേ നാളായി. ഓണത്തിനൊക്കെ മുന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ അതിനുശേഷം എത്ര വട്ടം ആ ടോപ്പ് കഴുകിയെന്നോ. എന്നിട്ട് പോലും അതിൻ്റെ ചില സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ പാടുകൾ ഇപ്പോഴും ഉണ്ട്. എത്രയൊക്കെ കഴുകിയിട്ടും എത്രയൊക്കെ സോപ്പിട്ടിട്ടും ആ പാട് പോകണില്ല. എൻ്റെ നല്ലൊരു ചുരിദാറായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഭയങ്കര വിഷമം. ഞാൻ അത് പോയാന്ന് നോക്കാനാണ് അത് വീണ്ടും എടുത്തത്. അങ്ങനെ അമ്മ തേങ്ങയൊക്കെ തിരുവിതാ ചമ്മന്തി അരച്ച് ഇനി ചമ്മന്തിയും കൂട്ടിയാണ് ചോറ് തിന്നാനായിട്ട് പോണത്. പിന്നെ ഇതൊക്കെ ബാക്കി സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അമ്മ ചമ്മന്തി അരച്ചില്ല, ചമ്മന്തി അരയ്ക്കാൻ പോണതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ മിക്സി വാങ്ങിച്ചപ്പോൾ വേറൊരു ഗുണം എന്തെന്നറിയാമോ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പഴയ മിക്സി ആയിരുന്ന സമയത്ത് മിക്സി ഓഫ് ചെയ്യുകയുള്ള സ്വിച്ച് ഊരി ഇടൂല. പക്ഷേ ഈ മിക്സി വന്നതിന് ശേഷം സ്വിച്ചല്ലല്ലോ അതിൻ്റെ ഒയർ ഊരി ഇടൂല. ഒയർ ഊരി ഇട്ടില്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് കത്തി കിടക്കും. അത് കാണുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഒയറും കൂടെ ഊരി ഇടുമല്ലോ. അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ ഈ മിക്സിക്ക്. ഇനിതാ ചോറ് കോരി. അപ്പോൾ കേശുവിനും കൂടെ ഉണ്ട്, എനിക്കും കേശുവിനും കൂടെയാണ് ഈ ചോറ്. അത് അമ്മയ്ക്ക്. പിന്നെ അച്ചാറും നമ്മുടെ അമ്പഴങ്ങ അച്ചാറും പിന്നെ ചമ്മന്തിയും അതുപോലെ തന്നെ കാന്താരി ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര മതിയല്ലോ, ഇനി എന്ത് വേണം കഴിക്കാനായിട്ട്. അയ്യോ, അമ്പഴങ്ങ അച്ചാർ ഇത്രയും ടേസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചുക്കിട്ട് വെള്ളം ഇട്ടങ്ങ് വെച്ചിരിക്കുക. എന്നിട്ട് അപ്പോഴപ്പോഴിങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി കുടിക്കും. ചൂടുവെള്ളം കുടിക്കുമ്പോൾ എന്ത് ആശ്വാസമാണെന്നറിയാമോ, തൊണ്ടയ്ക്കും നെഞ്ചിനും എല്ലാം. അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ഞാനും കേശുവും കൂടെയാണ് ഇത് കഴിക്കാനായിട്ട് പോണത്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഇനി രാത്രി ആയപ്പോഴേക്ക് രാത്രി ആയപ്പോൾ ചേട്ടന് ചോറ് വേണ്ട, ചേട്ടൻ രാത്രി ചോറ് കഴിക്കില്ല. അപ്പോൾ പുട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, അപ്പം വേണ്ട പുട്ട് മതി, ഗോതമ്പ് പുട്ട് അവിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനിനി ഗോതമ്പ് പുട്ട് അവിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ മാവ് ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഗോതമ്പ് മാവ് നനയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനെ തിളപ്പിച്ച് അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് ഗോതമ്പ് മാവിട്ട് അതിൽ തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കി എടുക്കും. അതിനുശേഷം നമ്മൾ നനയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ കട്ടയൊന്നും കെട്ടാണ്ട് നന്നായിട്ട് നനഞ്ഞു വരും. അല്ലാതെ ഗോതമ്പ് മാവ് ഞാൻ എപ്പോൾ നനച്ചാലും കുഴക്കട്ട പോലെ ആയിപ്പോവും. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ തിരുവി എടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പീരയിട്ട് ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് ഇനി അങ്ങനെ അങ്ങ് പുട്ടവിച്ചെടുക്കണം. എനിക്കാണെങ്കിൽ രാത്രി ഗോതമ്പ് പുട്ടൊക്കെ ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. ചേട്ടന് പിന്നെ അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നല്ല ചൂടോടെ ഗോതമ്പ് പുട്ട് അങ്ങ് അവിച്ചു കൊടുത്താൽ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ അങ്ങ് കഴിക്കുകയും ചെയ്യും.
അങ്ങനെ പുട്ടിനൊക്കെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ ഇന്ന് എന്തൊക്കെ വെച്ചിട്ടാണെന്നറിയാമോ കഴിക്കാൻ പോകുന്നത്? എനിക്കറിഞ്ഞൂടെ നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുമോ? നീ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കഴിക്കും. ഇവിടെ അമ്മയായിരുന്നാലും അങ്ങനെയൊക്കെ കഴിക്കും. പുട്ടിൻ്റെ കൂട്ടത്തിൽ അവിയലുണ്ടെങ്കിൽ അവിയൽ വെച്ചിട്ട് കഴിക്കും. ഇന്നിപ്പോൾ ചമ്മന്തി വെച്ചിട്ടാണ് പുട്ട് കഴിക്കാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ചോറിനായിട്ട് ആവശ്യമില്ലേ ആ ചമ്മന്തിയും പുട്ടും കൂടെ ഗോതമ്പ് പുട്ടും കൂടിയൊക്കെ കഴിക്കും. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല. എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ചമ്മന്തിയും പിന്നെ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു മുട്ടയും കൂടെ പൊരിക്കാനായിട്ട് വെച്ച് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെയൊക്കെ ഇട്ട് മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കൂടുതൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല അപ്പം പോലെ മുട്ട പൊങ്ങി വരും. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നാൽ മാത്രമേ ചേട്ടന് ഇഷ്ടമുള്ളൂ. ഇല്ലെങ്കിൽ പറയും മുട്ട കൊള്ളൂല, ഒരുമാതിരി ഇല വടിയനായി ഇരിക്കണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഞാൻ പൂരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ അങ്ങനെ പൂരി ഉണ്ടാക്കിയിട്ട് അത് നല്ലതായി, നല്ല അടിപൊളിയായിട്ടൊരു പൂരി കിട്ടിയെന്ന്, പൂരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയെന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ആ പൂരി അവരുണ്ടാക്കിയതിൻ്റെ ഫോട്ടോസ് ആയത് അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴേക്ക്. അപ്പോൾ എന്തായാലും അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് പൂരി ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ജോസ്ന രതീഷ് എന്നാണ് പുള്ളിക്കാരിയുടെ പേരെന്ന് തോന്നുന്നത്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു കൊടുത്ത ടിപ്പ് ഉപകാരപ്പെട്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ജോലിയെല്ലാം തീർന്ന് ഇനി അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് വേണം കിടക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഫുള്ളൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കും. അച്ഛനും മോനും കൂടെ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കണത് കേൾക്കാം. രണ്ടാളും കൂടെ കേശു പറയണത് പിന്നെ ചേട്ടനായതുകൊണ്ട് കേശു പറയണതിനൊക്കെ സമ്മതിച്ചു കൊടുക്കും. കൂടെ എടാ ഞാൻ കാണട്ടെ എന്നൊക്കെ ഉള്ള ചേട്ടൻ്റെ പറച്ചിലും കേൾക്കാം. ഞാനാണെങ്കിൽ എനിക്ക് പോടാ ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ല എന്നൊക്കെ ആയിരിക്കും പറയണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇനി കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ കഴുകി വെച്ചുകൊണ്ട് പാത്രങ്ങൾ കുറവായിരുന്നു. അതും കൂടെ അങ്ങ് കഴുകി വെച്ചിട്ട് കിടന്നാൽ ഒരു സമാധാനം ഉണ്ടല്ലോ. പാത്രങ്ങളൊക്കെ അങ്ങ് ഒതുങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അടുക്കളയിൽ കയറുമ്പോൾ അയ്യോ എന്ത് സമാധാനം എന്നറിയുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. ഇല്ലെങ്കിൽ കയറി വരുമ്പോഴേ അയ്യോ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴും ഭയങ്കര മടിയായിരിക്കും. ചില ദിവസങ്ങളിൽ ലേറ്റായൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ അങ്ങനെ ഇട്ടിരിക്കും. രാവിലെ ആയിരിക്കും കഴുകണത്. മാക്സിമം രാത്രി തന്നെ ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ച് ഒന്ന് ഒതുക്കി പറക്കാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. എന്നത്തെയും പോലെ സന്ധ്യ ആയപ്പോഴേക്ക് വെള്ളമില്ല. മിക്കവാറും ഇപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് വെള്ളം നിൽക്കും. വെള്ളം നിന്നിട്ട് പിറ്റേന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ വെള്ളം വരും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിനി കുടിക്കാനായിട്ടൊക്കെ എന്തിലെങ്കിലും വെള്ളം, ഒരു 2 കുപ്പി വെള്ളം നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ കുടിക്കാനായിട്ടൊക്കെ പിന്നെ അതാണ് എടുക്കുന്നത്. മറ്റേ ടാങ്കിലെ വെള്ളമല്ലേ അത് എടുക്കാറുണ്ട്. നല്ല തിളപ്പിച്ചൊക്കെ ആയിരിക്കും എടുക്കുന്നത്. നമ്മളെപ്പോഴും എല്ലാ മാസവും ഒന്നും റെഗുലറായിട്ട് ടാങ്ക് കഴുകൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോ മനസ്സ് വയ്ക്കില്ല കുടിക്കാൻ. അങ്ങനെ അടുക്കളയെല്ലാം ഒതുക്കി അടുക്കള ഇനി പൂട്ടാൻ പോവുകയാണ്. ജനലൊക്കെ അടച്ച് അടുക്കള ഇനി ക്ലോസ് ചെയ്ത് അയ്യോ ഇനി നേരെ പോയി കിടക്കണം. അതിനു മുന്നേ 1-2 വേസ്റ്റ് എടുക്കാനായിട്ട് വരണത്. അപ്പോൾ നാളെ വേസ്റ്റ് എടുക്കാൻ വരണ ദിവസമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ അപ്പം രാവിലെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 5 മണിയാകുമ്പോഴേക്ക് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേസ്റ്റ് എടുത്ത് വെളിയിൽ വെച്ചിരിക്കും, ഗേറ്റിൽ തൂക്കിയിട്ടിരിക്കും. കുറേ നാൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അവൻ വെളുത്തതിന് ശേഷമാണ് വരണത് വേസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഗേറ്റിലൊന്നും കൊണ്ട് ഇടൂലായിരുന്നു. ഇപ്പോൾ വീണ്ടും അങ്ങനെയായി. രാത്രി മഴ പെയ്താലും പണി കിട്ടും. മഴ പെയ്യല്ലേ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ വേസ്റ്റ് എടുത്ത് ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരിക്കും, മീനിൻ്റെ വേസ്റ്റും എല്ലാം. അങ്ങനെ ആ വേസ്റ്റുകളൊക്കെ എല്ലാം എടുത്ത് കൊണ്ടിട്ട് ഇനി ഇവിടെയും കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ലാസ്റ്റത്തെ ജോലിയാണ് കേട്ടോ, ഈ വേസ്റ്റ് കൊണ്ടിടലൊക്കെ. ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളൊക്കെ തീരും. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.